രാഹുലുണ്ട്. രാഹുലിന്റെ ആ വാദത്തിനെതിരെയാണ് ഇപ്പോൾ മന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം. രേഖ കയ്യിലുണ്ട് എന്നാണ്. അങ്ങനെ നിങ്ങൾക്ക് ഉറപ്പെങ്കിൽ അവകാശ ലംഘനത്തിന്റെ നോട്ടീസ് നൽകൂ എന്നാണ് മന്ത്രി പറയുന്നത്. അല്ല, മന്ത്രി എനിക്കെതിരെന്നല്ല, മന്ത്രി കേരളത്തിലെ ആശാവർക്കർമാർക്കെതിരെന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ന്യായം. കാരണം എന്താണ് മന്ത്രി ഇവിടെ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ കേരളത്തിലെ ആശാവർക്കർമാർക്ക് 700 രൂപ വീതം പ്രതിദിനം നൽകി 21,000 രൂപ പ്രതിമാസം നൽകുമെന്ന് പറഞ്ഞത് LDFന്റെ പ്രകടന പത്രികയാണ്. LDFന്റെ പ്രകടന പത്രികയിലെ ആ വാദം അത് നടപ്പിലാക്കണമെന്ന് പറഞ്ഞ ആശാവർക്കർമാർ സമരം ചെയ്യുമ്പോൾ എന്തൊക്കെയോ വിദണ്ഡവാദങ്ങൾ പറഞ്ഞ് മന്ത്രി കൈയൊഴിയുന്ന സമീപനമാണ് ഉണ്ടാകുന്നത്. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവിടുത്തെ പ്രശ്നം കേരളമാണ് ഏറ്റവും അധികം പണം കൊടുക്കുന്നത് എന്ന ഒരു വ്യാജമായ നിർമ്മിതിയിൽ ഊറ്റം കൊള്ളുകയാണ് കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ നമ്മുടെ പ്രശ്നം എന്താണ്? ഒന്ന്, നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം കേരളത്തിൽ 21,000 രൂപയാക്കണം എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം. ഇനി രണ്ട്, ഈ 7,000 എന്ന് പറയുന്ന കേരളത്തിന്റെ എമൗണ്ട് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്നതല്ല, അതൊരു തെറ്റായ വാദമാണ് എന്ന് സിക്കിമിന്റെയും ആന്ധ്രയുടെയും അടക്കമുള്ള ഉദാഹരണങ്ങൾ വെച്ച് പറയുമ്പോൾ മന്ത്രി എന്താണ് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുന്നില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയോട് പറയാനായിട്ടുള്ളത്, ഇപ്പോ നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തും ഞങ്ങൾ ഈ ആവശ്യങ്ങൾ ഉന്നയിക്കും. ഞങ്ങൾ ഈ സമരമൊക്കെ ചെയ്ത് കടന്നു വന്നിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് സഭയ്ക്കകത്ത് മാത്രമല്ല, സഭയ്ക്ക് പുറത്തും പറയും. അത് സഭയ്ക്കകത്ത് മാത്രം ഇത്തരം കാര്യങ്ങൾ സംസാരിച്ച് ശീലമുള്ളത് കൊണ്ടും അത്തരത്തിൽ സമരങ്ങളുടെ ഒന്നും ഭാഗമല്ലാത്തതുകൊണ്ടുമുള്ള മന്ത്രിയുടെ ഒരു തോന്നലായിരിക്കും സഭയ്ക്ക് പുറത്ത് വെച്ച് പറയാൻ പാടില്ല എന്നുള്ളത്. സഭയ്ക്കകത്ത് വെച്ച് അവസരം കിട്ടുമ്പോൾ ഉറപ്പായിട്ടും സഭയ്ക്കകത്ത് വെച്ചും ഈ ഡിബേറ്റ് കണ്ടിന്യൂ ചെയ്യും. പക്ഷേ എന്ന് കരുതി നമ്മൾ ഈ സ്റ്റേറ്റ് മിഷന്റെ സിക്കിമിലെ കോർഡിനേറ്ററുമായി ബന്ധപ്പെട്ടു ആ രേഖ തന്റെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. അപ്പോ അതായത് പിന്നെ കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി അത് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളെയാണ് റദ്ദ് ചെയ്യുന്നത്. ഒന്ന്, 2022 സിക്കിം സർക്കാർ തന്നെ പുറത്തിറക്കിയിരിക്കുന്ന ഉത്തരവ്, അതിനെ റദ്ദ് ചെയ്യുന്നു. രണ്ട്, 2024 ബഹുമാനനായ ശ്രീ ഡീൻ കുര്യാക്കോസിന്റെ ചോദ്യത്തിനുള്ള മറുപടിയായി ഇന്ത്യൻ പാർലമെന്റിൽ കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി അനുപ്രിയ പട്ടേൽ അവർ പറഞ്ഞിരിക്കുന്ന മറുപടിയും റദ്ദ് ചെയ്യുന്നു. മാത്രമല്ല, ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ സിക്കിമിൽ നിന്നുള്ള ഈ പദ്ധതിയുടെ കോർഡിനേറ്ററുടെ പേരും അവരുടെ പദവിയും എല്ലാം ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് വന്നിരുന്നു. അപ്പൊ പോട്ടെ, മാധ്യമങ്ങൾ ഇപ്പം കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് പരമപുച്ഛമാണല്ലോ, അത് വന്ന വഴി മറന്നത്. 2022 സെപ്റ്റംബർ 28 വാർത്തയിലുണ്ട്. സിക്കിം ചീഫ് മിനിസ്റ്റർ പ്രേം സിംഗ് തമാങ് ഓൺ വെൻസ്ഡേ റൈസ് മന്ത്ലി വേജസ് ഓഫ് അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് വർക്കേഴ്സ് ബൈ മോർ ദാൻ 60% to rupees 10,000. അവിടെ എല്ലാം കണക്കുകളുണ്ട്, അവര് കൂട്ടിയിട്ടുണ്ട് എന്ന വാർത്തകൾ നിരവധിയുണ്ട്. വാർത്തകളോടും വാർത്താവതാരകരോടും മാധ്യമങ്ങളോടും പരമപുച്ഛമാണല്ലോ കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ഇപ്പോ. അത് വന്ന വഴിയോടുള്ള ചില മറവി കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നമാണ്. അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല, അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ എനിക്കിപ്പോഴും മനസ്സിലാകാത്തത് എന്താണ്, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പറഞ്ഞതാ, എന്താണ് കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്? എന്താണ് അവരുടെ ബേസിക് വാദം? എന്താണ്? ഇനിയും ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പ്രതിഫലം നൽകുന്ന സംസ്ഥാനമാണെങ്കിൽ അല്ലല്ലോ. ഇപ്പൊ ആന്ധ്ര 10,000 പ്രഖ്യാപിച്ചില്ലേ, കർണാടക 10,000 പ്രഖ്യാപിച്ചില്ലേ? കഴിഞ്ഞ ദിവസമല്ലേ കർണാടകയിൽ ഒരു സമരത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് കർണാടകയുടെ മുഖ്യമന്ത്രി അവിടുത്തെ സമരക്കാരുടെ ആവശ്യമായ 10,000 രൂപ അംഗീകരിക്കുന്നത്? ആന്ധ്ര കഴിഞ്ഞ ദിവസമല്ലേ 10,000 പ്രഖ്യാപിച്ചത്? മാത്രമല്ല, അവിടുത്തെ ആശാ വർക്കർമാർക്ക് വേതനത്തോടു കൂടിയ മെറ്റേണിറ്റി ലീവ് വരെ പ്രഖ്യാപിക്കുന്നു. പശ്ചിമ ബംഗാൾ സർക്കാർ 5 ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, എന്താണ് കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി? അവരിങ്ങനെ ചൈൽഡിഷ് ആകരുതെന്ന് പഴയ കണക്കുകളും സംസ്ഥാനത്തെ കണക്കുകളൊക്കെ നിൽക്കുമ്പോഴും ഇന്നിപ്പോ ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞു, ഇന്ന് വനിതാ ദിനമാണ്. മന്ത്രി ഒന്ന് കണ്ടൊന്ന് സംസാരിക്കുകയെങ്കിലും ചെയ്യാനുള്ള ഒരു തീരുമാനം എടുക്കുന്നില്ലല്ലോ, മനസ്സെടുക്കുന്നില്ല. അവിടെ സമരം ചെയ്യുന്നവർ പോലും പറയുന്നതാണ്. പ്രശ്നം അതാണ്, എന്റെയും പ്രശ്നം അതാണ്. അവര് എന്തിനെയാണ് വാദിച്ച് തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഇപ്പോ ഈ ആശാ വർക്കർമാരുടെ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചപ്പോൾ തന്നെ കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞത്, എനിക്ക് ആശാ വർക്കർമാരുടെ പ്രവർത്തനത്തെ പറ്റി അറിയില്ല എന്നാണ്. ശരിയായിരിക്കാം, കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ആശാ വർക്കർമാരുടെ കോൺട്രിബ്യൂഷൻ അറിയുന്നത് പോലെ ഒരു നിയമസഭാ സാമാജികൻ മാത്രമേ എനിക്ക് അറിയില്ലായിരിക്കും. പക്ഷേ അറിയുന്ന പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് തന്നെ എനിക്ക് വാദമുണ്ട്, അവർക്ക് കിട്ടുന്ന ശമ്പളം തുലവും തുച്ഛമാണെന്ന്. അപ്പൊ എല്ലാം അറിയുന്ന ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് എന്തുകൊണ്ടാണ് അത് കഴിയാത്തത്? നിസ്സാരമായ ചോദ്യമാണ്.
മന്ത്രി ആ ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറാകട്ടെ. ഇവരിങ്ങനെ പുച്ഛിക്കുകയും പിന്നെ സിക്കിമിൽ നിന്നൊക്കെ ഒരു കണക്കെടുക്കാനായിട്ട് കാണിക്കുന്ന ഒരു വ്യഗ്രത ഉണ്ടല്ലോ മന്ത്രിയുടെ, ആ വ്യഗ്രതയുടെ 4-1 അത് ഈ മനുഷ്യന്മാർക്ക് ഒന്ന് വേതനം കൂട്ടിക്കൊടുക്കുവാനും അല്ലെങ്കിൽ അവരോടൊന്ന് സംവദിക്കെങ്കിലും ചെയ്യുന്നേ. നിങ്ങൾ സിക്കിമിലെ കോർഡിനേറ്ററോട് സംവദിക്കാൻ കാണിക്കുന്ന ഒരു മത്സര ബുദ്ധി ഉണ്ടല്ലോ, സിക്കിമിന്റെ കോർഡിനേറ്ററോട് സംവദിക്കാൻ കാണിക്കുന്ന ആ മത്സര ബുദ്ധിയുടെ 1000-1 അംശം പോലെ അവരുടെ പഠിക്കൽ, അവരുടെ കണ്ണിന്റെ മുന്നിൽ ഈ സമരം ചെയ്യുന്ന സാധു സ്ത്രീകളോടൊന്നും ഇനി പോകട്ടെ. ഒറ്റ കാര്യം കൂടി ഞാനൊരു ഓപ്പൺ ചലഞ്ച് മന്ത്രിയോട് വെക്കുകയാണ്. മന്ത്രി ഒരു ആനുകൂല്യവും പറ്റാതെ ഒരു ശമ്പളവും വാങ്ങാതെ 7000 രൂപയ്ക്ക് ഒരു മാസം 7000 രൂപയ്ക്കൊന്ന് ജീവിച്ച് കാണിക്കട്ടെ. എന്നെ കൊണ്ട് ജീവിക്കാൻ കഴിയില്ല, നിങ്ങൾ ഈ വാർത്ത വായിക്കുന്നത് നിങ്ങളെ കൊണ്ട് ജീവിക്കാൻ കഴിയില്ല. 7000 രൂപയ്ക്ക് ഒരു മാസം ഒരു കുടുംബം മന്ത്രി ഒന്ന് നടത്തി കാണിക്കട്ടെ. എന്നിട്ട് പറയട്ടെ 7000 രൂപ ധാരാളമാണ് ഒരു കുടുംബത്തെ ഒരു മാസം നയിക്കാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വാദത്തെ എല്ലാം അംഗീകരിച്ചു കൊടുക്കാം. രാഹുൽ, അവസാനമായി ഇപ്പം വീണ ജോർജ് പറഞ്ഞ് അവസാനിപ്പിച്ചത് അവകാശ ലംഘനത്തിന് രാഹുൽ നോട്ടീസ് നൽകട്ടെ, അപ്പോൾ നോക്കാമെന്നാണ്. അത് ചെയ്യുമോ? ഇല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് ഇനി ആ ഒരു ആർഗ്യുമെന്റിൽ തന്നെയാണ് മന്ത്രിക്ക് നിൽക്കാൻ താല്പര്യമെങ്കിൽ നമ്മൾ പറഞ്ഞ വാദത്തെ, മറ്റേ ഇന്ത്യയിലെ ഏറ്റവും അധികം ശമ്പളം കിട്ടുന്നത് കേരളത്തിലല്ല എന്ന് നമ്മൾ പറഞ്ഞതിനെ സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമല്ലോ. അതല്ലല്ലോ ഇവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം. എനിക്ക് മന്ത്രിയോട് പറയാനായിട്ടുള്ളത് ഡോണ്ട് ബി ചൈൽഡിഷ്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇത്രയും ചൈൽഡിഷ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നതെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ എന്താണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതെന്ന് ഒരു വാദത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ എന്താണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? നമ്മുടെ ഒറ്റ പോയിന്റ് മാത്രമാണ്, എന്താണ് നമ്മുടെ ഒരു പോയിന്റ് മാത്രമാണ്, കേരളത്തിലാണ് ഏറ്റവും അധികം ശമ്പളം കിട്ടുന്നത് എന്നുള്ളത് തെറ്റായ കണക്കാണ് എന്നുള്ളത് ഒറ്റ പോയിന്റ് മാത്രമാണ്. ആ ഒരു പോയിന്റിൽ തന്നെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്, ആ പോയിന്റിൽ തന്നെ ഞാൻ പിടിക്കാൻ തയ്യാറാണ്. ആ പോയിന്റിൽ തന്നെ ആന്ധ്രയും സിക്കിമും പശ്ചിമ ബംഗാളും അടക്കം കേരളത്തെക്കാൾ പല കാര്യങ്ങളിൽ ആനുകൂല്യങ്ങൾ കൂട്ടിക്കൊടുക്കുന്ന സർക്കാരുകളെ വെച്ചിട്ട് ആ ഡിബേറ്റിന് ഞാൻ തയ്യാറാണ്. പക്ഷേ ആ ഡിബേറ്റ് നമുക്ക് നിയമസഭയിൽ നടത്താം. പക്ഷേ ഈ ജനങ്ങളെ നിങ്ങളൊന്ന് കാണൂ. നിയമസഭയിൽ നമുക്ക് ഡിബേറ്റ് തുടരാം. അവർ തന്നെ അവരിടപെട്ടിട്ട് എനിക്ക് അവസരം വാങ്ങി തന്നാൽ മതി, ഞാൻ ആ ഡിബേറ്റ് കണ്ടിന്യൂ ചെയ്യാം. ശരി, വളരെ നന്ദി രാഹുൽ. ആ പറഞ്ഞ അവസാനം ഈ സ്റ്റേറ്റ് മിഷനിൽ നിന്ന്, സിക്കിമിലെ സ്റ്റേറ്റ് മിഷനിൽ നിന്ന് ഈ വിവരം തേടാൻ, അപ്പോൾ ബാക്കിയുള്ളിടത്തൊക്കെ കുറവാണെന്ന് തെളിയിച്ചുകൊണ്ട് നമ്മൾ നന്നായി കൊടുക്കുന്നു എന്ന് പറയുന്നേക്കാളും നമ്മുടെ ഇവിടുത്തെ സാഹചര്യങ്ങൾ, ജീവിത സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ജീവിത ചെലവിൽ ഒക്കെ വലിയ വ്യത്യാസം സിക്കിമും നമ്മളും തമ്മിലുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഇവരോടൊന്ന് സംസാരിക്കാൻ, പ്രാഥമികമായി ഒന്ന് സംസാരിക്കാൻ പോലും മന്ത്രി തയ്യാറാകുന്നില്ല എന്ന കാര്യം രാഹുൽ ഉന്നയിച്ചു. എനിക്ക് തോന്നുന്നു ഈ സമരത്തിലിരിക്കുന്നവർക്കൊക്കെ മന്ത്രി ഒന്ന് സംസാരിച്ചാൽ പോലും അവരുടെ പകുതി വിഷമം മാറും എന്ന അവസ്ഥയാണ്. പക്ഷെ അതിനുപോലും തയ്യാറെന്നല്ല എന്നുള്ളത് സങ്കടകരമെന്ന് കൂടി പറയേണ്ടി വരികയാണ്.